നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM ജനകീയ മാർച്ച്. ഏരിയ സെക്രട്ടറി CA സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള 12 വയസ്സുകാരിയെ കടയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമം. വ്യാപാരി അറസ്റ്റിൽ. ശമ്പള പരിഷ്കരണ വിഷയം. വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തി. വനവാസിയോട് ചേർന്നൊരുക്കിയ പാടത്ത് നെൽകൃഷി പഠനോത്സവം നടന്നു. വിവിധ ഗ്രാമീണ മത്സരങ്ങളും ഞാറുനടിയിലും നാടിനുത്സവമായി. റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 5 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുമ്പള പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി CPIMന്റെ നേതൃത്വത്തിൽ കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ ഉദ്ഘാടനം ചെയ്തു. കുമ്പള ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി CPIM കുമ്പള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ മാർച്ച് CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ ഉദ്ഘാടനം ചെയ്തു. കുമ്പള പഞ്ചായത്തിൽ ഭരണം നടത്തുന്നവർ കൊള്ളസംഘങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്നും ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്നതിന് റിസർച്ച് നടത്തുന്നവരായി കുമ്പള പഞ്ചായത്ത് ഭരണസമിതി മാറിയെന്നും CA സുബൈർ കുറ്റപ്പെടുത്തി. ഇവിടെ നേരത്തെ ഈ ലീഗുകാർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോ കഴിഞ്ഞ 9 വർഷക്കാലമായി അവർക്ക് ഭരണമില്ലാത്തത് കൊണ്ട് അവർ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം. അങ്ങനെ പണമുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പഞ്ചായത്തിന്റെ ഉപ്പുപ്പയായിട്ടുള്ള അപ്പുറത്തൊരു പഞ്ചായത്തുണ്ടല്ലോ, മുഗ്രാൽ പുത്തൂര്, ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് നികുതി കുടിക്കാൻ നിന്നു. നാട്ടുകാർ പിടിച്ചു. നാണവും മാനവുമില്ല, ഇല്ലേ? നാണവും മാനവുമില്ലാത്ത ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്ന് ഇവിടെ ആരിക്കാടി കോട്ടയിൽ വന്നിട്ട് പട്ടാപ്പകൽ നികുതി കുടിക്കുകയാണ്. അങ്ങനെ നിധി കുടിച്ചവർ ആ നിധി കുടിക്കുന്ന പണമുണ്ടാക്കാൻ, കൊള്ളയടിക്കാൻ എങ്ങനെയെങ്കിലും പണം കിട്ടുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങള് പറയുകയാണ്, ആ നിധി കുടിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇവിടെ മണൽ കുടിക്കുകയാണ്. അനിൽ കുമ്പള റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് CPM കുമ്പള ലോക്കൽ സെക്രട്ടറി KB യൂസഫ്, ബംബ്രാണ ലോക്കൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി G രത്നാകര എന്നിവർ നേതൃത്വം നൽകി. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. G രത്നാകര സ്വാഗതം പറഞ്ഞു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം P രഘുദേവൻ മാസ്റ്റർ സംസാരിച്ചു. അഴിമതിക്കെതിരായി ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ജനകീയ സമരങ്ങൾക്ക് CPM നേതൃത്വം നൽകുമെന്ന് മാർച്ച് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷിയുള്ള 12 വയസ്സുകാരിയെ കടയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ വ്യാപാരിയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ചത്തൂർ കണ്ണുതീർത്ത റോഡിലെ വ്യാപാരി ഷേഖബയാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. 12 വയസ്സുകാരി കടയിൽ സാധനങ്ങൾ വാങ്ങുവാനെത്തിയപ്പോൾ ഷെഖബ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചെന്നാണ് പരാതി. പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചതായി പറയുന്നു. വൈകുന്നേരം പെൺകുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് വൈദ്യപരിശോധന നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഷെഖബയ്ക്കെതിരെ കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് കുഞ്ചത്തൂരിനടുത്തുള്ള കുച്ചിക്കാട് എന്ന സ്ഥലത്ത് നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവം പുറത്തറിഞ്ഞയുടനെ പ്രദേശത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് നേരിയ രീതിയിൽ ലാത്തിച്ചാർജ് നടത്തിയതായും വിവരമുണ്ട്. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 2022 ജൂലൈ മുതൽ കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി KT മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ
ശമ്പള പരിഷ്കരണം ഡ്യൂ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കമ്മീഷൻ വേണോ, അതിന് ധനകാര്യ സെക്രട്ടറിമാരുടെ കമ്മിറ്റി വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആശങ്കയാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. ഇനി കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അവസ്ഥ നോക്കിയാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും. 2019 ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 മാർച്ച് 1 മുതൽ നമുക്കൊക്കെ ലഭിച്ചു. അപ്പോൾ 2019 ജൂലൈ 1 മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക നീണ്ട 5 വർഷകാലത്തിന് ശേഷം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പെൻഷൻകാരുടെ ഒക്കെ അക്കൗണ്ടിൽ എത്തിയത്. സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് 4 വർഷത്തേക്ക് പിൻവലിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ PF-ലേക്കാണ് ആ കുടിശ്ശിക പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ബി നാഗരാജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുത്തുകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഈശ്വർ റാവു, സവിത ടീച്ചർ, നാരായണൻ മാസ്റ്റർ, അശോക് ബാഡൂർ, ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതുതലമുറ സാങ്കേതിക കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിൻ്റെ 5ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന 5 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി കഴിഞ്ഞ 4 വർഷങ്ങളിലായി കേരളം 6000 കോടി രൂപ ചെലവാക്കിയെന്നും നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പണം വിന്യസിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നൂതന സാങ്കേതിക ആശയങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നീ BTech കോഴ്സുകളുടെയും അഡീഷണൽ ക്ലാസ് റൂം ബ്ലോക്ക്, ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റം, നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന് NBA അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. TCS അക്കാദമി, ടാറ്റ കൺസൾട്ടൻസി സർവീസ് അക്കാദമിക് അലയൻസ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ KM സുശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, വാർഡ് മെമ്പർ നബീസ സത്താർ, LBS സെന്റർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ J ജയമോഹൻ, ടാറ്റ കൺസൾട്ടൻസി സർവീസ് അക്കാദമി അലയൻസ് കേരള മേഖലാ മേധാവി രാജീവ് ശ്രീനിവാസ്, PTA വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മാങ്ങാട്, സെക്രട്ടറി CV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം LBS സെന്റർ ഡയറക്ടർ ഡോക്ടർ M അബ്ദുൽ റഹ്മാൻ സ്വാഗതവും LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T മുഹമ്മദ് ഷക്കൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO സംഘ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ഉപവാസ സമരം നടത്തി. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉപവാസ സമരം നടത്തിയത്. NGO സംഘ് സംസ്ഥാന നിർവാഹക സമിതി അംഗം P പീതാംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള NGO സംഘ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ ഉപവാസ സമരം നടത്തി. 2024 ജൂലൈ 1 മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം മുടങ്ങിയിട്ട് 1 വർഷം കഴിയുന്ന ജൂലൈ 1 നടത്തിയ ഉപവാസ സമരം NGO സംഘ് സംസ്ഥാന നിർവാഹക സമിതി അംഗം P പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO സംഘിന്റെ പ്രവർത്തകർ ഈ ഉപവാസ സമരത്തിലൂടെ കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് തടഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവൻ്റെ എല്ലാ അവകാശങ്ങളും ഉടൻ തന്നെ തിരിച്ചു നൽകണമെന്നും 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് അടിയന്തരമായി 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും കേരള NGO സംഘം ആവശ്യപ്പെടുകയാണ്. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. രവികുമാർ K, രവീന്ദ്രൻ കൊട്ടോടി, രഘുനാഥൻ, സന്തോഷൻ VK, T തുളസീധരൻ, T സഞ്ജീവ് രാഘവൻ, ഗോവിന്ദ നായിക് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽ PC പുളുവിഞ്ചി സ്വാഗതവും രാജേഷ് നെക്രാജെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിക്കുകയും പ്രതിഷേധത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുകയും ചെയ്തു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ 12ാം ശമ്പള പരിഷ്കരണം പ്രാബല്യ തീയതിയായ 2024 ജൂലൈ 1 കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ഇതിനായി കമ്മീഷനെ വയ്ക്കാൻ പോലും തയ്യാറായിട്ടില്ലാത്ത ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരെ വെല്ലുവിളിക്കുകയാണെന്നും ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ജോയ് ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. 4 വർഷം സർവീസുള്ള ഒരു ജീവനക്കാരന് പുതിയ സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ്, അങ്ങനെ 16 വർഷം സർവീസുള്ള ഒരു ജീവനക്കാരന് പുതിയ സ്കെയിലിൽ 4 ഇൻക്രിമെന്റ് അനുവദിച്ച് ചരിത്രം സൃഷ്ടിച്ചവര് സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഇന്ന് ജീവനക്കാർക്ക് ഈ സർവീസ് വെയിറ്റേജ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുകൊണ്ട് ജീവനക്കാരുടെ എല്ലാ ക്ഷാമബത്ത അതുപോലെ DCRG എല്ലാത്തിനെയും മേൽ കൈവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സുജിത് കുമാർ, ലോകേഷ് MP ആചാർ, CK അരുൺകുമാർ, ജയപ്രകാശ് ആചാര്യ, വത്സല കൃഷ്ണൻ, MT പ്രസീത, K രാധാകൃഷ്ണൻ, VM രാജേഷ്, M മാധവൻ നമ്പ്യാർ, ഗിരീഷ് ആനപ്പെട്ടി, റെനിൽസൺ തോമസ്, പ്രവീൺ വരയില്ലം, സഞ്ജീവൻ അച്ചാന്തുരുത്തി, രഘു ഇരിയണ്ണി, മുഹമ്മദ് റഫീഖ് തൃക്കരിപ്പൂർ, ജയരാജ് പെരിയ, രതി വയലപ്രം, ഷജിൽ പിണറായി, നവനീത് കൃഷ്ണൻ, K ഗിരിജ, പ്രസീത കൈപ്രത്ത്, അലൻ മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സബ് ട്രഷറി ഓഫീസിലേക്ക് പ്രകടനവും തുടർന്ന് വിശദീകരണ യോഗവും നടത്തി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. KSSPA സംസ്ഥാന വ്യാപകമായി ജൂലൈ 1 കരിദിനമായി ആചരിച്ചു. കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച സർക്കാർ നടപടി തിരുത്തുക, 6 ഗഡു DR കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഒരു ക്ഷേമ പെൻഷനിൽ 1600 രൂപ കിട്ടുകയാണെങ്കിൽ അത് കൂടുതലും മരുന്നിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നുള്ളത്. അവരുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ മരുന്നുകളാണ്. ആ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ക്ഷേമ പെൻഷനുകൾക്ക് പോലും അതിന് തടയിടുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത് ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി സാധാരണക്കാരന് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ദുർഭരണം നടത്തിക്കൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് MKC നായർ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന കൗൺസിലർ KP ബലരാമൻ നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ കാടകം, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് VV ജയലക്ഷ്മി ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K രമണി, KV മുകുന്ദൻ മാസ്റ്റർ, P നാരായണൻ മാസ്റ്റർ, PS സന്തോഷ് കുമാർ, സൂര്യനാരായണ ഭട്ട് എടനീർ, ഉഷ അർജുൻ, PA പള്ളിക്കുഞ്ഞി, തിലക K, ശോഭന ശ്രീധരൻ, സുജാത K, സുശീല KC എന്നിവർ സംസാരിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും ട്രഷറർ TK ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീചന്ദ് ആശുപത്രിയുടെ ജീവനം പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി 6 മാസത്തിനുള്ളിൽ 150 പെൽവിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ മഹേഷ് ഭട്ടിന് ബുധനാഴ്ച കാസർഗോഡ് ആദരവ് നൽകും. രോഗികൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത് എന്ന സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചാണ് ജീവനം പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടന്നു. കിംസ് ഡയറക്ടറും കേരള ക്ലസ്റ്റർ CEOയുമായ ഫർഹാൻ യാസിൻ വ്യവസായി UK യൂസഫിന് ആവശ്യമായ രേഖകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു.
പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെയും ചികിത്സ മുടങ്ങരുതെന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് UK യൂസഫ് പറഞ്ഞു. സാമ്പത്തിക പ്രയാസം കാരണം ഒരാൾക്കും ചികിത്സ നിഷേധിക്കരുതെന്ന കിംസിന്റെ ഈ ഉദ്യമത്തിന് തന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. ആ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അതിലും ഒരു ജീവകാരണം ആ ഒരു ചിന്ത എപ്പോഴും എന്ത് ബിസിനസ്സിലായാലും ഉണ്ടാണെന്ന് ഒരു ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫറാൻ അവരെ ഞാൻ ഈ വേദിയിൽ അവരെ ഒരു എൻ്റെ സ്നേഹം എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെല്ലാ സഹായങ്ങളും ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ കാസർഗോഡിൻ്റെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന അവരുടെ ആ ഒരു ജീവനാടിയായി ഞാനും കൂടി ഉണ്ടാവുമെന്ന്. ജീവനം പദ്ധതിക്ക് പുറമെ ന്യൂറോ സർജറിക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവരുടെ ഒരു കൂട്ടായ്മയ്ക്കും കാസർഗോഡ് ആതിഥേയത്വം വഹിക്കും. 6 മാസത്തിനുള്ളിൽ 150 പെൽവിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ മഹേഷ് ഭട്ടിന് ആദരമർപ്പിക്കുന്ന ചടങ്ങും ഈ കൂട്ടായ്മയോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലിലെ സ്കൈ ലോഞ്ചിൽ വെച്ച് നടക്കുമെന്ന് കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ പറഞ്ഞു. അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ആശുപത്രി ചാർജ് ഒഴിവാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഇതിലുപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വെച്ചിട്ട് ചികിത്സ കൊണ്ടുപോകുക. അപ്പോൾ ഇത്തരം അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ യൂസഫ് ഭായി രാവിലെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം, നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി ഒരു ടീം കാസർഗോഡ് ഉണ്ടാക്കുകയും അത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. ജീവനം എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഇത് കുറേ ആൾക്കാർക്ക് ചികിത്സ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതും കൂടി നമുക്ക് ഈ പദ്ധതിയിൽ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ അസിസ്റ്റന്റ് നസ്രിയയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി ഗംഗാധരൻ PVയും സെക്രട്ടറിയായി അർജുനൻ തായിലങ്ങാടിയും സ്ഥാനമേറ്റു. പുതുതായി ആരംഭിച്ച റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ പ്രസിഡന്റായി ഗംഗാധരൻ PVയും സെക്രട്ടറിയായി അർജുനൻ തായിലങ്ങാടിയും കാസർഗോഡ് റോട്ടറി ഭവനിൽ നടന്ന ചടങ്ങിൽ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Rotary is not a charitable organization, yet its activities exemplify charity, and Rotarians do believe that we have a responsibility to help others. Rotary is not a religious organization, but it is built on the sectoral principles which makes Rotarians to take part in Rotary programs regularly and religiously. Rotary is a membership organization doing service. Rotary is a global network of 1.2 million neighbors, friends, leaders and problem solvers who see a world where people unite and take action to create lasting change across the globe in our communities and also in ourselves. കാസർഗോഡ് റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ B. നാരായണ നായിക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീധരൻ നമ്പ്യാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സോണൽ കോർഡിനേറ്റർ MK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഗവർണർ ഹരീഷ് VV, GGR, ഡോക്ടർ ജനാർദ്ദന നായിക്, നിയുക്ത പ്രസിഡന്റ് നിഹാൽ ജോയ്, ഡോക്ടർ സുധാ സന്തോഷ്, ദിനേശ് MT, അഡ്വക്കേറ്റ് ബെന്നി ജോസ്, കാസർഗോഡ് മിഡ് ടൗൺ പ്രസിഡന്റ് ഗംഗാധരൻ PV, സെക്രട്ടറി അർജുനൻ തായിലങ്ങാടി, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്ടി കാർഷിക പാഠശാലയിൽ മനം കവർന്ന് കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. അരവത്ത് വയലിൽ ഇതുവരെ നടന്ന 5 നാട്ടി ഉത്സവങ്ങളിലും പ്രധാന പങ്കാളികളായിരുന്നു ഇവർ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് NSS വിദ്യാർത്ഥിനികൾ പുലരി അരവത്ത് BMC ഉദുമ എന്നിവർ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നാട്ടി കാർഷിക പാഠശാലയിലെ നെൽകൃഷിയിൽ പങ്കാളികളായി. അരവത്ത് വയലിൽ ഇതുവരെ നടന്ന 5 നാട്ടി ഉത്സവങ്ങളിലും പ്രധാന പങ്കാളികളായ MRSലെ വിദ്യാർത്ഥിനികൾ ഈ വർഷം പ്രിൻസിപ്പൽ അരുൺകുമാർ SR, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ CV, അധ്യാപകരായ വിനോദ് കുമാർ M, വാണി B, പ്രസാദ് KK, ഷിൽജിത്ത് M എന്നിവരുടെ നേതൃത്വത്തിലാണ് വയലിലെത്തിയത്.
കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ 400ഓളം പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന MRSലെ കാർഷിക വൃത്തിയെ നെഞ്ചോട് ചേർക്കുന്ന NSS വളണ്ടിയർമാർ ക്യാമ്പസിനകത്തെ പഠനത്തിനൊപ്പം ഫീൽഡ് വർക്കിന്റെ ഭാഗമായാണ് മുക്കുണ്ട് വയലിൽ എത്തിയത്. സംഗീതാധ്യാപകനായ പ്രസാദിന്റെ നേതൃത്വത്തിൽ നാട്ടിപ്പാട്ടും നാടൻ പാട്ടുമായി വയലിലും വരമ്പത്തും വളണ്ടിയർമാർ നിറഞ്ഞു നിന്നു. നാട്ടി ഉത്സവത്തിൽ പങ്കെടുത്തതിനുള്ള പ്രശസ്തി പത്രം സ്കൂൾ അധികൃതരും NSS വോളണ്ടിയേഴ്സും ചേർന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്നും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീർച്ചാൽ ബുരുടടുക്കയിലെ രത്നാകര മല്ലമൂലയുടെ വസതി ബനവാസിയോട് ചേർന്നൊരുക്കിയ പാടത്ത് സംഘടിപ്പിച്ച നെൽകൃഷി പഠനോത്സവം നാടിന് ആവേശം പകർന്നു. കണ്ടകോരി സംഭ്രമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തുളുനാട്ടിലെ സംസ്കാരത്തെ തൊട്ടുണർത്തുന്ന വിവിധ ഗ്രാമീണ മത്സരങ്ങളും ഞാറ് നടിയിലും നടന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസറായ രത്നാകര മല്ലമൂല നീർച്ചാൽ ബുരുടടുക്കയിലെ തന്റെ ഭവനമായ ബനവാസിയോട് ചേർന്ന് നെൽവയൽ തന്നെ ഒരുക്കി വിസ്മയം തീർത്തിരിക്കുകയാണ്. ഈ പാടത്താണ് സമീപത്തെ 13 വിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും 150 വിദ്യാർത്ഥികൾക്കും ഇവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കുമായി കൃഷി പാഠശാല സംഘടിപ്പിച്ചത്. കണ്ടോക്കോരി സംഭ്രമ എന്ന പേരിൽ സംഘടിപ്പിച്ച ಈ ಗ್ರಾಮೋತ್ಸವಂ ಪದ್ಮಶ್ರೀ ಸತ್ಯನಾರಾಯಣ ಬೆಳೇರಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಎಲ್ಲರೂ ಇರುವ ಗದ್ದೆಗಳನ್ನೆಲ್ಲ ಹಡಿಲು ಬಿಟ್ಟು ಹತಾಶರಾದವರ ನಡುವೆ ರತ್ನಾಕರನಂತವರು ಈ ಪರಿಸರದಲ್ಲಿ ಗದ್ದೆ ಇಲ್ಲದ ಜಾಗದಲ್ಲಿ ಈ ರೀತಿಯ ಒಂದು ಮಾಡಿ ನಮಗೆಲ್ಲರೂ ಮಾದರಿಯಾಗಿದ್ದಾರೆ. ಇನ್ನಷ್ಟು ಜನ ಇದನ್ನು ಮಾಡಬೇಕೆನ್ನುವಂಥದ್ದನ್ನು ಮಾಡಿ ತೋರಿಸಿದ್ದಾರೆ. ಹೇಳುವುದು ಮಾತ್ರ ಅಲ್ಲ, ಬಾಯಲ್ಲಿ ಹೇಗೆ ಬೇಕಾದರೂ ಹೇಳ್ಬೋದು, ಆದರೆ ಮಾಡಿ ತೋರಿಸೋದು ತುಂಬ ಸವಾಲಿರುವ ಕೆಲಸ. ಅದನ್ನು ಇಲ್ಲಿ ಮಾಡಿ ತೋರಿಸಿದ್ದಾರೆ. പ്രൊഫസർ രത്നാകര മല്ലമൂല, ബദിയടുക്ക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, പ്രൊഫസർ ഡോക്ടർ ആശാലത, ശ്രീനിവാസ ആൾവ, അനിൽകുമാർ, മഹേഷ്, ശശിധര കുതിങ്കല, ലക്ഷ്മി കുമ്പടാജെ, രാധ മണ്ണാപ്പു, ദിവാകര ബല്ലാൾ, രാജേഷ് മാസ്റ്റർ, സുജിത് ഉപ്പള, ജലജാക്ഷി ടീച്ചർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഞാറു നടുവാൻ ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച ചെളിപ്പാടത്ത് ഓട്ടമത്സരം, നിധി കണ്ടെത്തൽ, റിലേ, വോളിബോൾ, വടംവലി, കമ്പളം മാതൃകാ അവതരണം, ഞാറ്റടിപ്പാട്ട് തുടങ്ങിയ കലാകായിക വിനോദ പരിപാടികൾ ഉത്സവമേളം പകർന്നു. 4ൽ കൂടുതൽ മത്സരങ്ങളിലെ വിജയിയായ പെർഡാല ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥി സന്ദേശിന് ബനവാസിയ കണ്ടോക്കോരി ബിർസെ ബഹുമതി നൽകി അനുമോദിച്ചു. ജനപ്രതിനിധികൾ, ഡോക്ടർമാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു. ചെളിപ്പാടത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും കൃഷിപാഠം അറിയുവാനും പറഞ്ഞുകൊടുക്കുവാനും പരമ്പരാഗത കൃഷിരീതികൾ, സാമഗ്രികൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസും നൽകി. നെൽകൃഷിയിൽ വർഷങ്ങളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള കൃഷ്ണൻ മണിയാണി മല്ലമൂല, ശ്രീനിവാസ മല്ലമൂല എന്നീ കർഷകരാണ് നെൽകൃഷിയിലെ പരമ്പരാഗത ഉപകരണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകിയത്. 6 സെന്റ് പാടത്ത് ഞാറ് നടുകയും ചെയ്തു. 50 സെന്റ് സ്ഥലത്തുകൂടി ഞാറ് നടുവാൻ നിലമൊരുക്കി. പങ്കെടുത്തവർക്കെല്ലാം കഞ്ഞിയും ചെറുപയർ ചമ്മന്തിയും ചക്കയുടെ വിവിധ വിഭവങ്ങളും ചക്ക പായസവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KDQ കാസർഗോഡ് ഖത്തർ പ്രവാസികൾ സംഘടിപ്പിച്ച അൽ സമാൻ എക്സ്ചേഞ്ച് CCL 2025 കാസർഗോഡ് ക്രിക്കറ്റ് ലീഗിൽ ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് ചാമ്പ്യന്മാർ. ആവേശഭരിതമായ ഫൈനലിൽ KST 11 31 റൺസിന് തോൽപ്പിച്ചാണ് ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് കിരീടം ചൂടിയത്. ഖത്തറിലെ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്ത അൽ സമാൻ എക്സ്ചേഞ്ച് CCL 2025 കാസർഗോഡ് ക്രിക്കറ്റ് ലീഗ് ദോഹയിലെ വേൾഡ് ഐഡിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 3 ദിവസം നീണ്ടുനിന്ന ഈ ലീഗിൽ കാസർഗോഡ് ജില്ലക്കാരായ കളിക്കാരെ ലേലം വിളിച്ചാണ് ടീമുകളിൽ എടുത്തത്. 5 ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റിൽ അവസാന ദിവസം നടന്ന ആവേശഭരിതമായ ഫൈനലിൽ ഗ്രീൻ സ്റ്റാർ കാഞ്ഞങ്ങാട് ടീം KST 11 ടീമിനെ 31 റൺസിന് തോൽപ്പിച്ച് പ്രഥമ CCL കിരീടം സ്വന്തമാക്കി. ചാമ്പ്യൻ ട്രോഫി മുഹൈസ് റാണയും റണ്ണേഴ്സ് ട്രോഫി ജാഫർ മാസ്കം എന്നിവർ കൈമാറി.
ലുക്മാൻ തളങ്കര, സാദിഖ് പാക്യാര, നാസർ കൈതക്കാട്, നാസർ ഗ്രീൻലാൻഡ്, ഷാനി കബയാൻ, ജുവൈസ് അൽസമാൻ, ഫൈസൽ ഫില്ലി, ഷാഫി ചെമ്പരിക്ക, നൌഷാദ് കേസി, മാക് അടൂർ, അഷ്റഫ് കാഞ്ഞങ്ങാട്, ഹമീദ് അറന്തോട് എന്നിവർ സംബന്ധിച്ചു. ഗ്രീൻ സ്റ്റാർ താരം മുനൈസ് മികച്ച ബാറ്റ്സ്മാനായും ടൂർണമെന്റിലെ ഏറ്റവും വിലയേറിയ താരമായും തിരിച്ചറിയപ്പെട്ടു. ബെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ട കാസിം ചൂരി, ബെസ്റ്റ് ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷബീബ്, ബെസ്റ്റ് ക്യാച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട നാസർ ടിസാൻ, വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ചിന്നു എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ക്യാപ്റ്റൻ ഫൈറൂസ് ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2.5 പതിറ്റാണ്ടിലധികം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സേവനം ചെയ്ത പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്താണ് പടിയിറങ്ങിയത്. തൃക്കരിപ്പൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ പുത്തൂരിലെ ഡോക്ടർ ഭാഗ്യശ്രീ ദേവിയാണ് നിറഞ്ഞ കയ്യടികളോടെ പടിയിറങ്ങിയത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി 27 വർഷമായി അധ്യാപനത്തിൽ വ്യാപൃതമായ ഇവർ കഴിഞ്ഞ 3 വർഷമായി തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന്റെ പ്രിൻസിപ്പളും ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയുമായാണ് പ്രവർത്തിച്ചത്. വിദ്യാർത്ഥികളെ സ്നേഹത്താൽ ചേർത്ത് നിർത്തി മുന്നോട്ട് നയിക്കുകയും റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനായി അവരുടെ മോട്ടിവേറ്ററായും പ്രവർത്തിച്ച സ്ഥാപന മേധാവിയാണ് ഡോക്ടർ ഭാഗ്യശ്രീ ദേവി എന്ന് സഹപ്രവർത്തകർ പറയുന്നു. കുട്ടികളുടെ അധ്യയന കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയ ഒരു പ്രിൻസിപ്പളാണെന്ന് പറയാം. മറ്റ് പ്രിൻസിപ്പൽമാരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ റെഗുലറായി ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുത്ത് തനിക്ക് പ്രത്യേകമായി ഒരു സിലബസിലൊരു ഭാഗം എനിക്കെടുത്ത് തീർക്കണമെന്ന രീതിയിൽ ടീച്ചർ എടുക്കുകയും 2-3 സബ്ജക്റ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുകയും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രിൻസിപ്പളാണ് ഭാഗ്യശ്രീ ടീച്ചർ. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ബെനിഫിറ്റലായിട്ടുള്ള ഏത് കാര്യത്തിനും ടീച്ചർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് അവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ സാമ്പത്തികമൊക്കെ അത്ര നല്ലതല്ലാത്ത രീതിയിൽ നമ്മുടെ കോളേജിൽ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ടീച്ചർ തനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കോളേജിൽ. വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റ് ഉയർത്തുന്നതിനും ഈ അധ്യാപിക പ്രത്യേക ശ്രദ്ധ ചെലുത്തി. 1998 പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 4 വർഷത്തോളം തിരുവനന്തപുരത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കൺട്രോളർ ഓഫീസിൽ അസിസ്റ്റന്റ് കൺട്രോളറായി സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ ഡോക്ടറേറ്റ് നേടി. തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് പോളിയിൽ 1 വർഷക്കാലം പ്രവർത്തിച്ചു. പിന്നീടാണ് തൃക്കരിപ്പൂർ പോളിയിലെത്തിയത്. ജൂൺ 30 തിങ്കളാഴ്ച വൈകുന്നേരമാണ് കോളേജ് അധ്യയനത്തിന്റെ അവസാന ബെൽ മുഴങ്ങും മുൻപ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റിൽ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് ക്ലാസ് എടുത്ത് കോളേജിന്റെ പടിയിറങ്ങിയത്. ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജറായി ഈ വർഷം വിരമിച്ച പുത്തൂരിലെ എം രഘുനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ഭാഗ്യശ്രീ ദേവി. ഇവരുടെ മക്കൾ 2 പേരും എഞ്ചിനീയറിംഗ് രംഗത്ത് തന്നെയുണ്ട്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാനത്തെ മുഴുവൻ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി ഫെഡറേഷൻ INTUC തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 50 വർഷമായി പിഞ്ചുകുട്ടികളെ സ്വന്തം മക്കളേക്കാൾ വാത്സല്യത്തോടെ പരിചരിക്കുന്ന അങ്കണവാടി ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നൽകുന്ന സേവനങ്ങൾ കൂടി കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹരാണെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. നീലേശ്വരം അഡീഷണൽ പ്രൊജക്ടിന് കീഴിലെ പഞ്ചായത്ത് അങ്കണവാടിയിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച് നടത്തിയ കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് സ്ഥിരം ജീവനക്കാരായി മാറാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിലെ അംഗൻവാടി വർക്കേഴ്സ് അവിടുത്തെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും റിട്ട് അനുകൂലമാവുകയും ചെയ്തു. നാം മനസ്സിലാക്കേണ്ടതാ, ഗുജറാത്ത് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഗ്രാറ്റുവിറ്റി നിയമവുമായി ബന്ധപ്പെട്ട വിധിയുടെ പുറത്ത് ഗ്രാറ്റുവിറ്റി അർഹതയുള്ള ജീവനക്കാരായി മാറിയെങ്കിൽ എന്തുകൊണ്ട് ഈ അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും അതുപോലെ അവർ ജീവനക്കാരായി അംഗീകരിച്ച് സേവന വേതന വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തിയുമുണ്ട്. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് C. നുറൈനി അധ്യക്ഷത വഹിച്ചു. അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നന്ദിയോട് ജീവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷനിലെ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു.
ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AV പത്മിനി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ഗീത, സംസ്ഥാന ജനറൽ സെക്രട്ടറി O വിമല, തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, അംഗനവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AV കമ്മാടത്ത്, അജിത് തൈക്കേൽ, അജിത കരിക്കടവ്, PK സൗദത്ത്, C ശ്രീജ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM ജനകീയ മാർച്ച്. ഏരിയ സെക്രട്ടറി CA സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള 12 വയസ്സുകാരിയെ കടയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമം. വ്യാപാരി അറസ്റ്റിൽ. ശമ്പള പരിഷ്കരണ വിഷയം. വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തി. വനവാസിയോട് ചേർന്നൊരുക്കിയ പാടത്ത് നെൽകൃഷി പഠനോത്സവം നടന്നു. വിവിധ ഗ്രാമീണ മത്സരങ്ങളും ഞാറുനടിയിലും നാടിനുത്സവമായി. റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 5 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.